വലിയ വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം പ്രദർശനത്തിനെത്തിയ കേരള സ്റ്റോറി 2വിന് കോഴിക്കോട് തണുപ്പൻ പ്രതികരണം. മതിയായ പ്രേക്ഷകരില്ലാത്തതിനെ തുടർന്ന് നഗരത്തിലെ റീഗൽ സിനിമാസിൽ നിശ്ചയിച്ചിരുന്ന ആദ്യ ഷോ റദ്ദാക്കി. രാവിലെ 10 മണിക്ക് നിശ്ചയിച്ചിരുന്ന പ്രദർശനത്തിന് വെറും 2 പേർ മാത്രമാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ഇതോടെയാണ് ഷോ വേണ്ടെന്ന് വെക്കാൻ തിയേറ്റർ അധികൃതർ തീരുമാനിച്ചത്. എന്നാൽ വരും ദിവസങ്ങളിൽ നഗരത്തിലെ പ്രമുഖ മാളുകളിലും തിയേറ്ററുകളിലും ചിത്രം പ്രദർശിപ്പിക്കും. പയ്യന്നൂരിലെ CPM ഫണ്ട് തട്ടിപ്പ് വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണൻ സമരത്തിലേക്ക്. പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരത്തിന് ആലോചന. തന്നെ അനുകൂലിച്ചവരുടെ വാഹനം കത്തിച്ച അടക്കമുള്ള അതിക്രമങ്ങളിൽ പോലീസ് നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുഞ്ഞികൃഷ്ണൻ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുന്നത്. കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചവരുടെ ബൈക്ക് കത്തിക്കുകയും റീത്ത് വെക്കുകയും ചെയ്തതിൽ അന്വേഷണം മരവിച്ചെന്ന് കാട്ടിയാണ് സമരത്തിനൊരുങ്ങുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച ആദ്യഘട്ട വീടുകളുടെ കൈമാറ്റം ഇന്ന്. 51 വീടുകളാണ് ദുരന്തബാധിതർക്ക് ഇന്ന് കൈമാറുക. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വീടുകളുടെ കൈമാറ്റം നിർവഹിക്കും. പ്രിയങ്ക ഗാന്ധി MP മുഖ്യ അതിഥി. 8 സെന്റിൽ 1060 ചതുരശ്ര അടിയുള്ള 3 ബെഡ്റൂമുകളോടുകൂടിയ വീടാണ് ദുരന്തബാധിതർക്കായി ലീഗ് നിർമ്മിച്ചു നൽകുന്നത്. അതേസമയം ചൂരൽമല മുണ്ടക്കയ ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളുടെ ആദ്യഘട്ട കൈമാറ്റം നാളെ നടക്കും. 178 വീടുകളാണ് കൈമാറുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീടുകളുടെ താക്കോൽദാനവും പട്ടയം കൈമാറലും നടത്തും. 1000 ചതുരശ്ര അടിയുള്ള വീടും 7 സെന്റ് ഭൂമിയുമാണ് ദുരന്തബാധിതർക്ക് ലഭിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാനെ സഹായിച്ച വീണ്ടും പോലീസ്. തുടരന്വേഷണത്തിലും തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കണ്ടെത്തി. എഴുതിത്തള്ളാനുള്ള തുടരന്വേഷണ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് മേധാവി മടക്കി. അന്വേഷണ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് മടക്കിയത്. വിവാദ പ്രസംഗം ലൈവ് ചെയ്ത മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ലെന്ന് പോലീസ് അറിയിച്ചു. വിവാദ പ്രസംഗം ലൈവ് ചെയ്ത അക്കൗണ്ട് നശിപ്പിച്ചു. തെളിവുകൾ ശേഖരിക്കാതെയാണ് അന്വേഷണം അവസാനിപ്പിച്ചത്. ഭരണഘടനയെ അധിക്ഷേപിച്ച പ്രസംഗത്തിൽ സജി ചെറിയാൻ രാജിവെക്കേണ്ടി വന്നിരുന്നു. പോലീസ് നൽകിയ ആദ്യ ക്ലീൻ ചിറ്റ് തള്ളിയ ഹൈക്കോടതി തുടരന്വേഷണം നിർദ്ദേശിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. എല്ലാ മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയാകും. ഘടകകക്ഷികളുടെ സീറ്റുകൾ ഏറ്റെടുക്കുന്നതും ചർച്ചയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. 3ാം ഭരണം തേടുന്ന LDFനെ പിണറായി തന്നെ നയിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി നിർണായകമായ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കാണ് കടക്കുന്നത്. ജില്ലയിൽ നിന്നുള്ള പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിൽ 90% സീറ്റുകളിലും ഒറ്റപ്പേരാണ് പരിഗണനയ്ക്ക് വന്നിട്ടുള്ളത്.